ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറന ബെർത്ത് ചെയ്യാൻ പോകുന്ന പോർട്ടാണ്. അങ്ങനെ പറയാൻ കാരണം ഇന്ത്യയിലെ ഒരു പോർട്ടിലും MSC ഐറന ബെർത്ത് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. സൗത്ത് ഏഷ്യയിലെ സിംഗപ്പൂർ പോർട്ട് കഴിഞ്ഞാൽ അടുത്ത് ബെർത്ത് ചെയ്യുന്ന പോർട്ട് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രമാണ്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് വിഴിഞ്ഞം ടെർമിനൽ എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ആ ടെർമിനൽ MSC മില 3 എന്ന് പറയുന്ന ഒരു ഫീഡർ വെസലിനെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുന്നേയായി നമുക്ക് MSC ഐറനെ നമുക്കൊന്ന് കാണാം. വളരെ ദൂരെയാണ് MSC ഐറന ആങ്കറിങ്ങിലുള്ളത്. നമുക്ക് സൂമിങ്ങിലൂടെ നോക്കാം. എത്രത്തോളം സൂമിങ്ങിൽ നമുക്ക് കിട്ടുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് വളരെ ചെറുതായിട്ട് മാത്രമാണ്. നമുക്കൊന്ന് സൂം ചെയ്താൽ വളരെ ചെറിയ പൊട്ടുപോലെ, അതായത് ഏകദേശം 10-11 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് MSC ഐറനയുള്ളത്. അവിടെ ഷിപ്പ് ആങ്കറിങ്ങിലാണ്. ഇപ്പോൾ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്താൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, എങ്കിലും നമുക്ക് ക്യാമറയിൽ സൂം ചെയ്യാം. MSC ഐറന ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചുകൂടി നമുക്ക് സൂമിങ്ങിലോട്ട് പോകാം. നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒള്ളി MSC ഐറന, അല്ലെങ്കിൽ സാക്ഷാൽ MSC ഐറന ഇപ്പോൾ ബെർത്തിങ്ങിൽ നിൽക്കുന്ന കാഴ്ചയാണ്. നമ്മുടെ പോർട്ടിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ ഈ ഷിപ്പ് സിംഗപ്പൂർ പോർട്ടിൽ നിന്നും നമ്മുടെ ട്രിവാൻഡ്രം പോർട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം പോർട്ട് എന്ന ഡെസ്റ്റിനേഷൻ മാറ്റിയ സമയത്ത് ആദ്യം തന്നെ നമ്മൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കപ്പൽ 2 ദിവസം കഴിഞ്ഞാണ് സിംഗപ്പൂർ പോർട്ടിൽ നിന്നും നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ആ വന്ന സമയത്തും നമ്മൾ ഓരോ ഭാഗത്തു നിന്നും മലേഷ്യ, മലാക്കടലിലേക്ക് ഈ ഭാഗത്തെല്ലാം നമ്മൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷിപ്പിന്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ 399.9 മീറ്ററാണ് ഷിപ്പിന്റെ ലെന്ത്, 61.3 മീറ്ററാണ് ഷിപ്പിന്റെ ബീം എന്ന് പറയുന്നത്, 22.9 മീറ്ററാണ് ഷിപ്പിന്റെ ഡെപ്ത്, 18 മീറ്ററാണ് ഷിപ്പിന്റെ മാക്സിമം ഡ്രാഫ്റ്റ്. നിലവിലെ ഡ്രാഫ്റ്റ് ഇപ്പോഴുള്ള, അതായത് ആങ്കറേജിൽ ഉള്ളപ്പോഴുള്ള ഡ്രാഫ്റ്റ് 16.2 മീറ്ററും 24,346 TEV കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പിന് 2026 TEV റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണ് ഇപ്പോൾ MSC ഐറന. നമ്മുടെ പോർട്ടിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ 11 നോട്ടിക്കൽ മൈൽ അകലെ ഈ പറയുന്ന ആങ്കറിൽ നിൽക്കുന്ന കാഴ്ചയാണ്. വളരെ ദൂരെ ആങ്കറിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പോർട്ടുള്ള MSC മില 3യുടെ ഡീറ്റെയിലേക്ക് പോകാം. MSC മില 3 എന്ന് പറയുമ്പോൾ MSC എൽസ 3 ആണ് നമുക്ക് ഓർമ്മ വരുന്നത്. രണ്ടും 3 തന്നെയാണ്. മില അല്ലെങ്കിൽ എൽസ എന്നൊരു പേര് മാത്രമാണ് ഇടയ്ക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ തന്നെയാണ് ഈ രണ്ട് ഷിപ്പും. 187.2 മീറ്ററാണ് ഷിപ്പിന്റെ ഓവറോൾ ലെന്ത്, 30 മീറ്ററാണ് ഷിപ്പിന്റെ ബീം എന്ന് പറയുന്നത്, 16.8 മീറ്ററാണ് ഷിപ്പിന്റെ ഡെപ്ത്, 11.5 മീറ്ററാണ് ഷിപ്പിന്റെ മാക്സിമം ഡ്രാഫ്റ്റ്. 2076 TEV കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പിന് 150 TEV റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റും. നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കപ്പലിലെ ക്രൂവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ബാക്ക് ഡെക്ക് പോർഷനിലാണ് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു കിടക്കുന്നത്. അത് ഫില്ലാക്കുകയായിരിക്കും ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ പറയാൻ കാരണം, ഫില്ലാക്കുമായിരിക്കും എന്ന് പറയാം, നമ്മുടെ പോർട്ടിൽ നിന്ന് ഫില്ല് ചെയ്യാൻ കാരണം, നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മുടെ പോർട്ടിൽ ലാർജ് വെസലുകൾ വന്നുകൊണ്ടിരുന്നു. 366 മീറ്റർ നീളമുള്ള ഷിപ്പുകൾ നമുക്ക് കാണാം. MSC ഡൈല പോലുള്ള കപ്പലുകൾ 366 മീറ്റർ നീളമുള്ള കപ്പലുകളാണ് വന്നുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ അൾട്രാ ലാർജ് വെസലുകളാണ് വരുന്നത്. കാരണം വേറെ ഒന്നുമില്ല, MSC ആഫ്രിക്കൻ എക്സ്പ്രസ് സർവീസും MSCയുടെ ജെ സർവീസുമാണ് ഇപ്പോൾ ഒരാഴ്ചയിൽ 2 അൾട്രാ ലാർജ് വെസലുകളാണ് നമ്മുടെ പോർട്ടിൽ ഇപ്പോൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ലോക രാജ്യങ്ങളെ തമ്മിൽ ഇപ്പോൾ ബന്ധിപ്പിക്കുന്ന കണക്ഷൻസ് ആണ് നമ്മുടെ ഈ പറഞ്ഞ, അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് രാജ്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സർവീസാണ് ഈ ജെയ്ഡ് സർവീസ് എന്ന് പറയുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളെ ലോകത്തിന്റെ പല ഭാഗത്തേക്കും കണക്ട് ചെയ്യുന്ന സർവീസാണ് നമ്മുടെ ആഫ്രിക്കൻ എക്സ്പ്രസ് സർവീസും. ഇതിലെ 2 സർവീസിലും അൾട്രാ ലാർജ് വെസലുകളെ ഉൾക്കൊള്ളിച്ചുള്ള സർവീസാണ്. ആ സർവീസുകളെല്ലാം നമ്മുടെ പോർട്ടും ലിങ്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിനാൽ ധാരാളം കണ്ടെയ്നറുകളാണ് നമ്മുടെ പോർട്ടിലേക്ക് ഒഴുകിയെന്ന്. ഇപ്പോൾ തന്നെ 7 ലക്ഷം 8 ലക്ഷം അടുത്ത് TEV കണ്ടെയ്നറുകൾ ഇപ്പോൾ നമ്മുടെ പോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ
20 ഫീറ്റ് 2 കണ്ടെയ്നറുമായി പോകുന്ന ട്രെയിലർ ലോറികളെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള ധാരാളം കണ്ടെയ്നറാണ് അൾട്രാ ലാർജ് ബസ്സിൽ വരുമ്പോൾ നമ്മുടെ ഈ പറയുന്ന കാൻഡിലിവർ റെയിൻബോണ്ട് ഗ്രാൻഡി ക്രെയിൻ ഉപയോഗിച്ച് നമ്മുടെ യാർഡ് പോർഷനിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ കാണുന്ന ZRMG A05 എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പറയുന്ന യാർഡ് ക്രെയിൻ്റെ സ്പ്രെഡർ ഇപ്പോൾ കണ്ടെയ്നർ നമ്മുടെ ട്രെയിലറിൽ വെച്ചതിന് ശേഷം ഫില്ല് ചെയ്തതിന് ശേഷം ഇപ്പോൾ മുകളിലേക്ക് പോകുന്നതും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇപ്പോൾ നമ്മുടെ യാർഡ് പോർഷൻ വളരെ വ്യക്തമാണ്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് കണ്ടെയ്നറുള്ളത് കാണാൻ സാധിക്കണ്ടോ. മാക്സിമം ഹൈറ്റ് ഇപ്പോൾ 5 തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് ഈ 5 കണ്ടെയ്നർ ഹൈറ്റിൽ പോകുന്നത്. ഇപ്പോൾ യാർഡ് പോർഷൻ ഫില്ലായിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഉള്ളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഫില്ലാണ്. യാർഡ് ക്രെയിനുള്ള സ്പ്രെഡർ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ സ്പ്രെഡറുകളും 24 hours വർക്ക് ചെയ്യുന്നു. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ക്രെയിനുകളെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനുകളാണ്. മഴ വന്നാലും വെയിൽ വന്നാലും നമ്മൾ ഈ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കാരണം ഈ ക്രെയിനുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂം അല്ലെങ്കിൽ നമ്മുടെ പോർട്ട് ഓഫീസ് ബിൽഡിംഗ് ഓപ്പറേറ്റിംഗ് റൂം ഉണ്ട്. ഓപ്പറേറ്റിംഗ് റൂമിൽ വളരെ അനായാസേന നമ്മളൊരു കൊച്ചുകുട്ടി ഗെയിം കളിക്കുന്നത് പോലെ തന്നെ വളരെ ചെറിയ സ്റ്റിക്കുകൾ ഉപയോഗിച്ച് ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്നു. അതിൽ നമ്മുടെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ നാട്ടിലെ സ്ത്രീ ജനങ്ങൾ ഉൾപ്പെടെ ഈ ക്രെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു പോർട്ടിലാണ് ആ സ്ത്രീ ജനങ്ങൾ ഉള്ളത് എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ സഹോദരിമാർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുണ്ട്. ഇത് ആണുങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാനായി സാധിക്കും എന്ന് കേരളത്തിലൂടെ ലോക ജനതയെ വിളിച്ചു പറയുന്ന ഒരു പോർട്ട് തന്നെയാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. ആ പോർട്ടിന്റെ യാർഡ് പോർഷനാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടു മടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് യാർഡ് പോർഷൻ കാണാൻ സാധിക്കും. യാർഡ് പോർഷന്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഉടൻ തന്നെ നമ്മുടെ MSC അയരണ നമ്മുടെ പോർട്ടിൽ ബെർത്ത് ചെയ്യുന്നതായിരിക്കും. ബെർത്ത് ചെയ്യുന്നുള്ള വിഷ്വൽ തീർച്ചയായിട്ടും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.